നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചിത്തിര നാളുകാർ അസുരഗണ നക്ഷത്രക്കാരാണ്. പൊതുവെ നിഷ്കളങ്കമായ പെരുമാറ്റം, നിസ്വാർത്ഥമായ പ്രകൃതം, എല്ലാവരോടുമുള്ള സേവന മനോഭാവം, ആത്മാർത്ഥതയോടുകൂടിയ ഇടപെടലുകൾ, ഇങ്ങനെ ഒട്ടേറെ നല്ല ഗുണങ്ങൾ നിങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. അതേസമയം നിങ്ങൾ തൊട്ടാവാടികളായിരിക്കും. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും വളരെയധികം മനപ്രയാസപ്പെടുകയും ചഞ്ചല മനസ്ഥിതി അനുഭവപ്പെടുകയും ചെയ്യുന്നത് നിങ്ങളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ചിത്തിര നാളുകാർക്ക് ഗൃഹത്തിനുള്ളിൽ പൊതുവെ സ്വസ്ഥത കാണാറില്ല. നിസ്സാരമായ കാര്യങ്ങളിൽ പോലും കലഹമുണ്ടാക്കുന്ന പ്രവണത നിങ്ങളിൽ ഉള്ളതാണ് ഇതിന് കാരണം. ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് ഭാവിയിൽ നല്ല ഉയർച്ച കൈവരിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രാവസ്ഥ നിലനിൽക്കുന്ന ഘട്ടമാണ്. സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ ഉണ്ടായേക്കും. തൊഴിൽ രംഗത്ത് വളരെ അപൂർവമായ ചില പ്രയോജനങ്ങൾ കൈവരിക്കുവാനായി നിങ്ങളെക്കൊണ്ട് ഈ വരുന്ന 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ സാധിക്കുന്നതാണ്. ഗൃഹാരൂഢത്തിന് തികച്ചും സൗഭാഗ്യകരമായ ഒരു യോഗസ്ഥിതിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കുവാനുള്ള സന്ദർഭം നിർബന്ധമായും നിങ്ങളെ തേടിയെത്തുന്നതാണ്. നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ പുതിയ പ്രവൃത്തി മണ്ഡലങ്ങളിൽ ഇടപെടുന്നതിനുള്ള സന്ദർഭമുണ്ടാകുന്നതാണ്. ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഉടനെ തന്നെ ആ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് സ്വന്തം പരിശ്രമത്തിലൂടെ വളരെയധികം ഉയർച്ചയും പുരോഗതിയും കൈവരിക്കുവാനുള്ള അവസരമുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥാനങ്ങളിലേക്കുള്ള മാറ്റം നിശ്ചയമാകും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നിങ്ങളുടെ രാശിമണ്ഡലത്തിൽ വളരെ സൗഭാഗ്യപൂർണമായ ഒരു യോഗമാണ് ഇപ്പോൾ തെളിഞ്ഞു കാണാനുള്ളത്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വലിയ മാറ്റങ്ങൾക്കാണ് വരാൻ പോകുന്ന കാലഘട്ടം വഴി തുറക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങളുടെ രാശിമണ്ഡലത്തിലെ അപൂർവമായ താരകയോഗം പുഷ്ടി പ്രാപിക്കുകയാണെങ്കിൽ അസുലഭമായ നേട്ടങ്ങൾ തന്നെ കൈവരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് അധികം താമസിയാതെ സാധിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ രാശിമണ്ഡലത്തിൽ അസാധാരണമായ ചില പ്രത്യേകതകൾ അനുഭവപ്പെടാവുന്ന ഒരു കാലഘട്ടമാണ്. അതിനാൽ സമ്പൂർണമായ രാശി പ്രശ്നം ചിന്തിച്ച് ഏറ്റവും ഉചിതമായ പരിഹാര കർമ്മങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് അവ നടപ്പിലാക്കുന്നത് ഈ അവസരത്തിൽ ഏറ്റവും നല്ലതായിരിക്കുമെന്ന് കാണുന്നു. ചിത്തിര നാളുകാരെ സംബന്ധിച്ച് ഈ വർഷാവസാനം വളരെയധികം രാജയോഗം അനുഭവപ്പെടാവുന്ന സന്ദർഭം തന്നെയായിട്ടാണ് കാണുന്നത്.